അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ മൂന്നാമത്തെ പദ്ധതിയായ കൊടകര കനകമലയിലെ വൃന്ദാവനം പാർക്ക് ശനിയാഴ്ച തുറന്നുകൊടുക്കും. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ മൂന്നാമത്തെ പദ്ധതിയായ കൊടകര കനകമലയിലെ വൃന്ദാവനം പാർക്ക് ശനിയാഴ്ച തുറന്നുകൊടുക്കും. കേന്ദ്രം സ്ഥാപകൻ എം.എ. കൃഷ്ണൻ, വ്യവസായി ടി.എസ്. പട്ടാഭിരാമൻ, ചലച്ചിത്ര താരങ്ങളായ ദേവനന്ദ, ശ്രീപദ്, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മശ്രീ ആമേട വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനാകും. RSS പ്രാന്ത് കാര്യവാഹ് P.N. ഈശ്വരൻ, SS. മേനോൻ, KC. നരേന്ദ്രൻ, KS. പത്മനാഭൻ, R. പ്രസന്നകുമാർ, ശശി അയ്യഞ്ചിറ, NP. ശിവൻ എന്നിവർ സംബന്ധിക്കും. അതിൻ്റെ മൂന്നാമത്തെ പ്രോജക്റ്റാണ് നമ്മുടെ ഗോശാല. ഓൾറെഡി ഉണ്ട്, നല്ല രീതിയിൽ നടക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോജക്റ്റ് ഓഫീസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഇനോഗ്രേഷൻ നടന്നു. ഇത് മൂന്നാമത്തെയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക്. ടോട്ടൽ ഇതിനകത്ത് വരുന്നത് 41 പ്രോജക്റ്റാണ്, 41. അതിലെ മൂന്നാമത്തെയാണ് ഇപ്പോൾ ഈ വരുന്ന ഈ പാർക്ക്, ശ്രീകൃഷ്ണ പാർക്ക് എന്നുള്ളത്. അതിൻ്റെ പണികളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ഇത് ഉദ്ഘാടനം വരുന്ന ഈ 14-ാം തീയതിയാണ്, അതായത് മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ഇവിടെ ഗോപൂജ തുടങ്ങും. ഏത് പരിപാടി നടക്കുമ്പോഴും ഗോക്കളെ അനുസ്മരിച്ചുകൊണ്ട് ഗോക്കളുടെ പൂജ നടത്തി അവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ 7 മണിക്ക് ഗോപൂജ തുടങ്ങും. അതിനോടനുബന്ധിച്ച് 7 മണിക്ക് കഴിഞ്ഞ ആളുകളുടെ പ്രസാദമൊക്കെ വാങ്ങി അവർ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് കറക്റ്റ് 8:45 നമ്മൾ വിളക്ക് കൊടുക്കും. ഇപ്പോൾ തൽക്കാലം മഴയുടെ ഒരു വലിയൊരു വരുണ ഭഗവാന്റെ വലിയൊരു ഇതുണ്ട്, നമുക്ക് അനുഗ്രഹമുണ്ട്. അനുഗ്രഹം കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ 8 മണി ആകുമ്പോഴേക്കും നമ്മുടെ ഫംഗ്ഷൻ 8:45 നമ്മൾ വിളക്ക് കൊടുക്കും. 9 മണിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനകത്ത് തന്നെ നമ്മുടെ പട്ടാഭിരാമൻ, നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ ഇതിൻ്റെ മെമ്പറും കൂടിയാണ് ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒപ്പം കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് പ്രശസ്തരായ 2 കുട്ടികൾ കൂടി വരുന്നുണ്ട്. ഒന്ന് മാളികപ്പുറം സിനിമയിലെ കല്ലു, മറ്റൊന്ന് ശ്രീപദിന് ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ആ പരിപാടിക്കുണ്ട്. കൂടാതെ മലയാളിക്ക് അത്രയും നല്ലൊരു സിനിമ സംഭാവന ചെയ്ത നമ്മുടെ അഭിലാഷ് പിള്ള, അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റല്ല. അപ്പോൾ അദ്ദേഹം ഇത്രയും പേരാണ് അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. 1000 കോടി ചിലവിൽ 100 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്റർ അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കും ഇതെന്ന് ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ, ട്രസ്റ്റി NP. ശിവൻ എന്നിവർ അറിയിച്ചു. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, ഇത് നമ്മുടെ ഈ നാടിൻ്റെ ഇത് ടോട്ടൽ പ്രോജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം കേരളത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും കേരളത്തിൽ പോയാൽ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം കാണണം എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും വരിക. ഈ കൊടകരയിൽ നിന്ന് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന വഴിയിലൂടെ വലിയൊരു ആർച്ച് ഉണ്ടാവും. അത് രഥം പൂട്ടിയ കൃഷ്ണനൊക്കെ ഇരിക്കുന്ന ഭഗവത്ഗീതയിലെ അങ്ങനത്തെ ഒരു ആർച്ച് ഉണ്ടാവും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് കാളിയമർദ്ദനം ഉണ്ടാവും, 7 ഏക്കർ സ്ഥലത്ത് കുളം ഉണ്ടാവും, 4500 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ഉണ്ടാവും. അതേപോലെ അയോധന കലകളൊക്കെ കളരിപ്പയറ്റ്, ജൂഡോ, ജുക്കാഡോ ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കുന്ന ഒരു അയോധന കേന്ദ്രം ഉണ്ടാവും. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞ വേദങ്ങൾ, ഉപനിഷത്ത്